നമസ്തേ മക്കളെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിഖ്യാതനായ ജാപ്പനീസ് ചലച്ചിത്രകാരൻ അകിര കുറോസാവയെ കുറിച്ച് വളരെ വിശദമായി തന്നെ മനസ്സിലാക്കിയല്ലേ. അപ്പോൾ അദ്ദേഹം തൻ്റെ 80ാമത്തെ വയസ്സിൽ ഒരു ഹ്രസ്വ ചലച്ചിത്ര പരമ്പര നിർമ്മിക്കേണ്ടതുണ്ട്. ഡ്രീംസ് എന്നാണ് ചലച്ചിത്രത്തിൻ്റെ പേര്. ഈ ഡ്രീംസിൽ 8 സ്വപ്നങ്ങളാണ് ശരിക്കും വരുന്നത്. അതായത് 8 ഭാഗങ്ങൾ ചേർന്നതാണ് ആ സിനിമ. 8 ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ 8 സ്വപ്നങ്ങളാണ് ശരിക്കും. അത് ഉൾക്കൊണ്ടതാണ് ആ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ അവസ്ഥ മുതൽ ഒരു വൃദ്ധൻ്റെ അവസ്ഥ വരെയുള്ള കാര്യങ്ങളെ ആ ചലച്ചിത്രത്തിൽ പ്രതിനിധീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 2ാമത്തെ സ്വപ്നമാണ് പീച്ച് പൂന്തോട്ടം എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗമാണ് പീച്ച് പൂന്തോട്ടം. ആ പീച്ച് പൂന്തോട്ടത്തിൻ്റെ തിരക്കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 8 സ്വപ്നങ്ങളിലൂടെ പ്രകൃതി, ജീവിതം, സംസ്കാരം, മിത്ത് ഇതെല്ലാം കൂടിക്കലർന്നൊരു രീതി, അങ്ങനെയുള്ളൊരു ദൃശ്യാനുഭവം നമുക്ക് ഈ ചലച്ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇതിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ മുതൽ ആണവ ദുരന്തം വരെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഇതിൽ ആദ്യത്തെ 2 ഭാഗം എന്ന് പറയുന്നത് മഴയും വെയിലും അതുപോലെ തന്നെ പീച്ച് പൂന്തോട്ടം. ഇത് രണ്ടും ഈ ചലച്ചിത്രകാരൻ്റെ ബാല്യകാലത്തെ ഒരു അനുഭവം അതാണ് എടുത്തു കാണിക്കുന്നത്. ബാല്യകാലത്തെ അവസ്ഥയാണ്, ബാല്യകാലമാണ് അവിടെ ചിത്രീകരിക്കപ്പെടുന്നത് ഈ 2 ഭാഗങ്ങളിൽ. അതായത് മഴയും വെയിലും എന്ന ആദ്യത്തെ ഭാഗവും 2ാമത്തെ ഭാഗമായ പീച്ച് പൂന്തോട്ടം. അപ്പോൾ ഒരു സത്യത്തിൽ ഒരു ചലച്ചിത്രകാരൻ്റെ ഒരു ചലച്ചിത്രം നമുക്ക് കാണുമ്പോൾ ആ ചലച്ചിത്രകാരൻ്റെ വൈയക്തികമായിട്ടുള്ള മനോഭാവങ്ങളൊക്കെ പലപ്പോഴും ആ സിനിമയിലൊക്കെ ഉൾച്ചേർന്നിരിക്കും. ഇവിടെ ആ വൈയക്തികമായിട്ടുള്ള ഒരു ചിന്തകൾക്കും കാര്യങ്ങൾക്കും അപ്പുറം മാനവരാശിയുടെ നിലനിൽപ്പ് അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ ഹ്രസ്വ ചലച്ചിത്ര പരമ്പരയിൽ. അപ്പോൾ നമുക്ക് ഈ 8 സ്വപ്നങ്ങളിൽ 2ാമത്തെ സ്വപ്നമാണ് നമുക്കുള്ളത്, പീച്ച് പൂന്തോട്ടം. അപ്പോൾ ആ പീച്ച് പൂന്തോട്ടം എന്ന ഭാഗത്തിൻ്റെ തിരക്കഥ അതാണ് കേട്ടോ നമുക്ക് പാഠഭാഗമായിട്ടുള്ളത്, തിരക്കഥ. അപ്പോൾ എന്താണ് തിരക്കഥ? ഈ 8 സ്വപ്നങ്ങളിൽ ഒന്നായ പീച്ച് പൂന്തോട്ടത്തിൻ്റെ തിരക്കഥ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് തിരക്കഥ എന്ന് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കണം അല്ലേ. എന്നാലേ നമുക്ക് പിന്നെ ഈ പാഠഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് തിരക്കഥയെക്കുറിച്ചൊന്ന് കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. തിരക്കഥ എന്നുള്ളത് ഒരു സാഹിത്യ രൂപമല്ല. സാധാരണ നമ്മൾ കഥ, കവിത, ലേഖനം അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അതുപോലെ നമുക്കൊരു സാഹിത്യ രൂപമായിട്ട് നമുക്ക് തിരക്കഥയെ കാണാൻ പറ്റില്ല. ശരിക്കും സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ടെലിവിഷൻ പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ദൃശ്യങ്ങൾ എഴുതുന്ന രേഖയാണ് ശരിക്കും തിരക്കഥ എന്ന് പറയുന്നത്. അപ്പോൾ സിനിമയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സിനിമയുടെ ഒരു നട്ടെല്ലാണ് അല്ലെങ്കിൽ ആത്മാവാണ് തിരക്കഥ എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ. തിരക്കഥ എത്ര കണ്ട് നന്നാവുന്നു അത്രയും ആ സിനിമ കൂടുതൽ മികവുറ്റതാകും എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ പറയപ്പെടുന്നത്. അപ്പോൾ ഈ തിരക്കഥ എഴുതുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ല എന്തൊക്കെ വേണം എന്നുള്ളതാണ് അല്ലേ. ഇപ്പം പറഞ്ഞു ഏതെങ്കിലും ഒരു മുൻകാലങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു എന്നറിയോ, മുൻകാലങ്ങളിൽ തിരക്കഥ ഉണ്ടായിരുന്നില്ല ഏറ്റവും മുൻകാലത്തെ മലയാള സിനിമകളിൽ. അപ്പോൾ അതിലൊക്കെ കഥാസംഭാഷണം എന്നാണ് എഴുതി കാണിക്കുന്നത്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാനായി പറ്റും. കഥാസംഭാഷണം എന്ന് മാത്രമാണ് എഴുതിയിട്ടുണ്ടാവുക. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം മലയാള സാഹിത്യത്തിന്, മലയാള ചലച്ചിത്ര ലോകത്തിന് ഈ തിരക്കഥ പരിചയപ്പെടുത്തുന്നത് അടൂർ ഗോപാലകൃഷ്ണനാണ്. പിന്നെ അതിൻ്റെ സാധ്യതയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതും അതിൻ്റെ പ്രാധാന്യമൊക്കെ വ്യക്തമാക്കി തരുന്നതും MTയുടെ ചിത്രങ്ങളിലൂടെയാണ്. തിരക്കഥയുടെ പ്രാധാന്യം മലയാള ചലച്ചിത്ര ലോകം മനസ്സിലാക്കുന്നു. അപ്പം എന്തായാലും തിരക്കഥയ്ക്ക് ചലച്ചിത്ര ലോകത്ത് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് പറയണം. അപ്പം എന്തൊക്കെയാണ് ഈ തിരക്കഥയിൽ ഉണ്ടാവുക, എന്തൊക്കെ ഉണ്ടായിരിക്കണം, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഒരു തിരക്കഥ എഴുതുമ്പോൾ. അപ്പോൾ ഒരു തിരക്കഥയിൽ കഥയുടെ ഒരു വിശദീകരണ രേഖ എന്ന് നമുക്ക് വേണമെങ്കിൽ തിരക്കഥയെ പറയാം. അപ്പോൾ അതിൽ സ്ഥലം, അതുപോലെ തന്നെ കാലം,
കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളുടെ ശബ്ദങ്ങൾ, അംഗചലനങ്ങൾ, ഇതെല്ലാം ഈ തിരക്കഥയിൽ എഴുതിയിട്ടുണ്ടാവും. സൂക്ഷ്മമായൊരു തിരക്കഥയിൽ ഇതെല്ലാം ഉണ്ടായിരിക്കും. എന്താണോ നമ്മൾ ദൃശ്യമായിട്ട് കാണിക്കപ്പെടുന്നത് അതെല്ലാം ഈ തിരക്കഥയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ഒരു മികച്ച തിരക്കഥ എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥലം ഉണ്ടായിരിക്കണം, കാലം ഉണ്ടായിരിക്കണം, അല്ലേ, കഥാപാത്രങ്ങളുണ്ടായിരിക്കണം, ഇതെല്ലാം ഇതിൽ ഉൾക്കൊണ്ടിരിക്കണം തിരക്കഥയിൽ. അപ്പോൾ ഒരു കഥ ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കഥയും തിരക്കഥയും വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കഥ, ആ കഥയെ വിശദീകരിച്ചുകൊണ്ട് രംഗങ്ങളായി തിരിച്ച്, അതായത് സീനുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സിനിമയ്ക്കാണെങ്കിലും ആദ്യം ഒരു കഥയാണല്ലോ നമുക്ക് കിട്ടുക. അപ്പോൾ ആ കഥയെ വിശദീകരിച്ചുകൊണ്ട് സീനുകളാക്കി മാറ്റുകയാണ് ആദ്യം ചെയ്യുക. ഒരു തിരക്കഥ ആദ്യം സീനുകളാക്കി മാറ്റും. ഈ സീനുകളാക്കി മാറ്റിയതിന് ശേഷമാണ് ഷോട്ടുകളാക്കി മാറ്റുന്നത്. അതായത് ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെയാണ് ശരിക്ക് ചലച്ചിത്ര രംഗത്ത് അതിനെ പറയുക. അപ്പോൾ ഈ ഷോട്ടുകളിലാണ് ശരിക്ക് ഈ കഥാപാത്രങ്ങൾ, അതുപോലെ തന്നെ ഇത് ഗൗരവതരമായ സിനിമയാണോ അല്ലെങ്കിൽ തമാശ കലർന്ന ഇതൊക്കെ തീരുമാനിക്കപ്പെടുന്നത് ഓരോ ഷോട്ടുകളായിട്ട് ഇങ്ങനെ അതിനെ വിഭജിക്കപ്പെടുമ്പോഴാണ്. ഇതിലൊക്കെ പലപ്പോഴും ഈ വൺ ലൈൻ എന്നൊക്കെയാണ് ശരിക്ക് ഇതിൻ്റെ സീനുകളാക്കി തിരിക്കണതിന് സിനിമാ രംഗത്തൊക്കെ വൺ ലൈൻ എന്നാണ് പറയുക. ഇത് കേട്ടിട്ടാണ് പലപ്പോഴും പല നിർമ്മാതാക്കളും തിരക്കഥയൊക്കെ സ്വീകരിക്കുന്നത്. ഇത് ഈ ഒരൊറ്റ ഇത് സീനുകൾ കേട്ടിട്ടാണ് പലപ്പോഴും. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് അതിൽ ഇതിവൃത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്റ്റോറി ബോർഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ എന്താണ് സ്റ്റോറി ബോർഡ്? അപ്പോൾ സ്റ്റോറി ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശത്ത് ഒരു പ്രത്യേക ഭാഗം നമ്മൾ ചിത്രീകരിക്കുകയാണ്. അത് വളരെ വിശദമായിട്ട് ആ ഭാഗത്തെ വളരെ വിശദമാക്കി എഴുതുന്നു. അതാണ് സ്റ്റോറി ബോർഡിൽ ഉണ്ടാവുക. അപ്പോൾ ആ പ്രദേശത്ത് അല്ലെങ്കിൽ ആ സമയത്തെ സ്ഥലം ഏതാണ്, അല്ലെങ്കിൽ ക്യാമറ ഏത് ആംഗിളിൽ വെക്കണം, അല്ലെങ്കിൽ കഥാപാത്രം എന്ത് പറയണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സ്റ്റോറി ബോർഡിലാണ് ഉണ്ടാവുക. സാധാരണ നിങ്ങൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ, സിനിമകളിൽ തന്നെ സിനിമ ഷൂട്ടിങ് കാണിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു ഇത് വെച്ചിട്ട് സ്റ്റോറി ബോർഡ് എന്നാണ് അതിനെ പറയുക. ഒരു പാഡ് വെച്ച് അതിൽ എഴുതിയിട്ടുണ്ടാവും എന്തൊക്കെ പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ. അതായത് ആ സീനിൽ എന്തൊക്കെ വേണം എന്നുള്ളത് ഈ സ്റ്റോറി ബോർഡിലുണ്ടാവും. അപ്പോൾ അത് സിനിമയിലേക്ക് കടക്കുമ്പോഴുള്ള വിശദമായ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഒരു തിരക്കഥയിൽ വരുന്നത് എന്താണ്, ഈ കഥയെ വിശദീകരിച്ചുകൊണ്ട് സീനുകളാക്കി മാറ്റി എഴുതുക. അതിൽ ദൃശ്യങ്ങൾ വരും. അപ്പോൾ അത് വരുമ്പോൾ എന്തൊക്കെ വേണം, സ്ഥലം വേണം, സമയം വേണം, അതുപോലെ തന്നെ കഥാപാത്രങ്ങൾ, അവരുടെ ശബ്ദങ്ങൾ, അംഗചലനങ്ങൾ, ഇതെല്ലാം ഉൾപ്പെട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു തിരക്കഥ എഴുതപ്പെടുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു തിരക്കഥ പഠിക്കുമ്പോൾ സ്റ്റോറി ബോർഡിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും നമുക്ക് തിരിയേണ്ടതില്ല. അതൊക്കെ സിനിമാ രംഗത്തേക്ക് വരുമ്പോൾ വിശദമായ ഒരു രീതിയിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ നമുക്കതിൻ്റെ ചെറിയ രൂപമായ തിരക്കഥയാണ് നമുക്ക് തിരക്കഥയെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതിയാവും. അപ്പോൾ എന്തൊക്കെ വേണം തിരക്കഥയിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെ വേണം തിരക്കഥയിൽ? ആദ്യം തന്നെ സീനുകളാക്കി തിരിക്കണം, അല്ലേ? അപ്പോൾ ഓരോ സീനുകളിലും ചിത്രീകരിക്കപ്പെടുമ്പോൾ ഏത് സ്ഥലത്താണ്, ഏത് സമയത്താണ്, ഏത് കഥാപാത്രങ്ങളാണ്, അവരുടെ ശബ്ദങ്ങൾ വെച്ചെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കണം, അവരുടെ അംഗചലനങ്ങളൊക്കെ എങ്ങനെയായിരിക്കണം, ഇതെല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ളതാണ് ഒരു തിരക്കഥ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്ന പീച്ച് പൂന്തോട്ടം എന്ന് പറയുന്നത് അത്തരത്തിലൊരു തിരക്കഥയാണ്, അല്ലേ? മികച്ച തിരക്കഥാകൃത്തുകളിൽ ഒരാളാണ്. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകം കണ്ട മികച്ച തിരക്കഥാകൃത്തുകളിൽ ഒരാളാണ് അകിര കുറുസോവ എന്ന് പറഞ്ഞപ്പോൾ പീച്ച് പൂന്തോട്ടം സ്വാഭാവികമായും എന്തായിരിക്കും, മികച്ചൊരു തിരക്കഥ തന്നെയായിരിക്കും, അല്ലേ? അപ്പോൾ തിരക്കഥയുടെ സവിശേഷതകളെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് ഒരു തിരക്കഥ, അതിൻ്റെ ഒരു മാതൃക കൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പീച്ച് പൂന്തോട്ടം എന്ന് പറയുന്നത്, ഒരു തിരക്കഥയ്ക്കുള്ള മാതൃക എന്ന് പറയുന്നത്. അപ്പോൾ ആ തിരക്കഥ എങ്ങനെയാണ്, അതിൽ ആ പീച്ച് പൂന്തോട്ടം എന്ന തിരക്കഥ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, അതുപോലെ തന്നെ അതിലെ സവിശേഷതകൾ എന്തെല്ലാമാണ്, ഏതാശയം എങ്ങനെയാണ് അതിൽ വ്യക്തമാക്കി തരുന്നതെന്നൊക്കെ നമുക്ക് ഈ പാഠഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാകാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആ പാഠഭാഗത്തേക്ക് ഒന്ന് കടന്നാലോ. പീച്ച് പൂന്തോട്ടം. സീൻ 1. വീടിൻ്റെ അകം. പകൽ. ഒരു ആൺകുട്ടി ട്രേയിൽ ചായയുമായി വരുന്നു. അവൻ അകത്തേക്കുള്ള വാതിൽ തള്ളിമാറ്റി ഒരു മുറിയിൽ പ്രവേശിക്കുന്നു. കറുത്ത പുള്ളിയുള്ള ഒരു കിമോണയാണ് അവൻ ധരിച്ചിരുന്നത്. ആ മുറിയിൽ 5 പെൺകുട്ടികൾ എന്തോ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. കുട്ടി: ഇതെടുത്തോളൂ സഹോദരി
അവൻ ട്രേ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്നു. പെൺകുട്ടി നന്ദി. അവൾ ചായ കൂട്ടുകാരികൾക്ക് എടുത്തു കൊടുക്കുന്നു. കുട്ടി ആ മുറിയിലെ ചുവപ്പ് പരവതാനി വിരിച്ച ഗോവണി ശ്രദ്ധിക്കുന്നു. അവ നിറയെ വിവിധ തരത്തിലുള്ള പാവകളെ കൊണ്ട് അലങ്കരിച്ചിരുന്നു. അവയിൽ രാജാവും രാജ്ഞിയും പരിവാരങ്ങളുമൊക്കെയുണ്ട്. അവൻ ഓരോ പാവയെയും സൂക്ഷിച്ചു വീക്ഷിക്കുന്നു. അവൻ പെൺകുട്ടിയുടെ നേരെ തിരിഞ്ഞു ചോദിക്കുന്നു, നിങ്ങൾ 6 പേരുണ്ടായിരുന്നില്ലേ? 6 പേരുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ 6 എണ്ണം കൊണ്ടുവന്നത്. ഒരു പെൺകുട്ടി, അല്ല, നിനക്ക് തെറ്റിയതാണ്. ബാക്കി വന്ന കപ്പ് നീ കഴിച്ചോ? അവൾ ബാക്കി വന്ന കപ്പ് അവന് കൊടുക്കുന്നു. കുട്ടി, ഞാൻ നേരത്തെ കഴിച്ചു. ഇത് വിചിത്രമായി തോന്നുന്നു. നിങ്ങൾ 6 പേരുണ്ടായിരുന്നില്ലേ? ആരെങ്കിലും പുറത്തു പോയോ? പെൺകുട്ടി, ഇല്ല. അവൻ എഴുന്നേറ്റ് കതകിൻ്റെ അടുത്തേക്ക് പോകുന്നു. പുറത്തേക്ക് നോക്കി തിരിച്ചു വരുന്നു. കുട്ടി, നിങ്ങളിൽ ഒരാളും കൂടി ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പെൺകുട്ടി, മണ്ടത്തരം പറയാതെ, ഇപ്പോൾ ഞങ്ങളെ വെറുതെ വിടൂ. കുട്ടി വീണ്ടും വാതിലിൻ്റെ അടുത്ത് പോയി പുറത്തേക്ക് നോക്കുന്നു. പുറത്ത് വെള്ള ഉടുപ്പ് ധരിച്ച ഒരു പെൺകുട്ടിയെ അവൻ കാണുന്നു. അവൻ ഓടി ആദ്യം സംസാരിച്ച പെൺകുട്ടിയുടെ അടുത്തേക്ക് വരുന്നു. കുട്ടി, അവൾ അവിടെയുണ്ട്. പെൺകുട്ടി, ആര്? കുട്ടി, ആ പെൺകുട്ടി. അവൻ വാതിൽ മുഴുവനായി തുറന്നു കാണിക്കുന്നു. എല്ലാവരും പുറത്തേക്ക് നോക്കുന്നു. അവിടെ ആരെയും കാണുന്നില്ല. പെൺകുട്ടി, അവിടെ ആരുമില്ല. കുട്ടി, അവൾ അവിടെ ഉണ്ടായിരുന്നു. മറ്റൊരു പെൺകുട്ടി എഴുന്നേറ്റ് വരുന്നു. അവൾ, നിനക്ക് വീണ്ടും അസുഖം തുടങ്ങി. പറയൂ, ആരാണവൾ? നിനക്ക് നല്ല സുഖമില്ലേ? അവൾ അവൻ്റെ തല തൊട്ടു നോക്കുന്നു. കുട്ടി അകത്തുനിന്ന് വീണ്ടും പുറത്തേക്ക് നോക്കുന്നു. നേരത്തെ കണ്ട പെൺകുട്ടി മുറ്റത്ത് നിൽക്കുന്നത് കുട്ടി കാണുന്നു. അവനെ കണ്ടപ്പോൾ അവൾ ഓടാൻ ശ്രമിക്കുന്നു. അവൻ ഉടനെ ചെരുപ്പും ധരിച്ച് അവളുടെ പിന്നാലെ ഓടുന്നു. കുട്ടി, നിൽക്കൂ. കുട്ടിയുടെ സഹോദരി, നീ എങ്ങോട്ടാണ് പോകുന്നത്? പുറത്തു പോകാൻ പാടില്ല. അവൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. കുട്ടി മുറ്റത്തേക്ക് ഓടിപ്പോകുന്നു. അപ്പോൾ നമ്മൾ പീച്ച് പൂന്തോട്ടം എന്നതൊരു തിരക്കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത് പറഞ്ഞു അല്ലേ. അപ്പോൾ തിരക്കഥയിൽ എന്തൊക്കെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം സീനുകളായി തരംതിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഭാഗം വായിച്ചപ്പോൾ എന്താ, സീൻ 1 തിരക്കഥയിൽ അപ്പോൾ സീനായി തിരിച്ചിട്ടുണ്ട്. പിന്നെ എന്താ വേണം, സ്ഥലം സൂചിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്ഥലം സൂചിപ്പിച്ചിട്ടുണ്ട്, വീടിൻ്റെ അകം. സമയം സൂചിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സമയവും അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ്, പകൽ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞ 3 സീനുകളായി തിരിച്ചുകൊണ്ടുള്ള 2 കാര്യങ്ങൾ അതിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൽ വരുന്ന കഥാപാത്രങ്ങൾ, അവരുടെ ശബ്ദങ്ങൾ, അംഗചലനങ്ങൾ, ഇതൊക്കെയാണ് ഇനി നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ആശയതലത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ എങ്ങനെയാണ് തുടങ്ങുന്നത്? ഒരു കുട്ടി ട്രേയിൽ, ഒരു ആൺകുട്ടി അല്ലേ, ട്രേയിൽ ചായയായിട്ട് വരികയാണ് അല്ലേ, അകത്തേക്ക് അങ്ങനെ കടന്നു വരികയാണ് ചെയ്യണത്. അപ്പോൾ അകത്തേക്ക് കടന്നു വന്ന് അവർക്ക് അവിടെ പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ട്. അവർക്ക് എന്ത് ചെയ്യാണ്, അവർക്ക് ഈ ചായ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചായ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഈ കുട്ടി അവിടെ വീടിൻ്റെ അകത്ത് ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. എന്താ അത്, അവിടെ ഗോവണിയിൽ ചുവപ്പ് പരവതാനി വിരിച്ചിട്ടുണ്ട് അല്ലേ. ആ ചുവപ്പ് പരവതാനിയിലൊക്കെ ധാരാളം പാവകളെ അങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാവകളിൽ രാജാവുണ്ട്, രാജ്ഞിയുണ്ട്, പരിവാരങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് ഈ കുട്ടി നിരീക്ഷിക്കുകയാണ്. ഈ കുട്ടി അത് കാണുകയാണ്. ഈ ചുവപ്പ് പരവതാനിയിൽ ഈ പാവകൾ ഇതൊക്കെ ഇരിക്കുന്നത് കാണുകയാണ്. അവർ ട്രേയിൽ ചായയൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ബാക്കി ഒരു കപ്പ് ചായ വരികയാണ്. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, നിങ്ങൾ 6 ആൾ ഉണ്ടായിരുന്നില്ലേ? 6 പേരുണ്ടായിരുന്നല്ലോ. 6 പേരെ കണക്കാക്കിയിട്ടാണ് ഞാൻ 6 എണ്ണം കൊണ്ടുവന്നത്. ഒരാൾ കൂടി ഉണ്ടല്ലോ, അവരവിടെ പോയും ചോദിക്കുക. അവർ പെൺകുട്ടികൾ പറയണേ, ഇല്ലല്ലോ, ഞങ്ങൾ മാത്രമല്ലോ ഇവിടെ, വേറെ ആരും ഇല്ല എന്ന് പറയാം. ബാക്കി വന്ന് നീ കഴിച്ചോ എന്ന് പറയാണ്. അല്ല, 6 പേരുണ്ടായിരുന്നു, എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്, 6 പേരുണ്ടായിരുന്നു. നീ കുട്ടീനെ പറയുകയാണ് ചെയ്യണത്. അപ്പോൾ ഒരു ഇല്ലില്ല, ഇവിടെ 5 പേരേ ഉള്ളൂ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, നിനക്ക് തെറ്റിയതാന്ന് പറയാം.
അപ്പോൾ ഈ കുട്ടിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ കുട്ടി കണ്ടിട്ടുണ്ട്, കുട്ടിയുടെ മനസ്സിൽ കുട്ടി കണ്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടി ഓടിച്ചെന്ന് പുറത്ത് ചെന്ന് നോക്കുകയാണ്. അപ്പോൾ ആരെയും കാണണമൊന്നുമില്ല. അത് കഴിഞ്ഞ് വീണ്ടും ചെന്ന് നോക്കുകയാണ്. അപ്പോൾ വീണ്ടും ചെന്ന് നോക്കുമ്പോൾ പുറത്ത് മുറ്റത്ത് വെള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഒരു പെൺകുട്ടി നിൽക്കുകയാണ്. അതവൻ കാണുകയാണ്. അപ്പോൾ അവൻ വേഗം ഓടി വന്നിട്ട് മറ്റേ പെൺകുട്ടിയോട് പറയാണ്, ഞാൻ പറഞ്ഞില്ല ഒരാൾ കൂടി ഉണ്ടെന്ന്, വേഗം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവുക. അവിടെ ചെന്നിട്ട് ഈ പെൺകുട്ടി മുറ്റത്തേക്ക് നോക്കുമ്പോൾ അവിടെ ആരും കാണുന്നില്ല. അപ്പോൾ ഈ കുട്ടി ചോദിക്കണേ, നിനക്ക് വല്ലതും പറ്റിയ, നിനക്കെന്താ വല്ല അസുഖമുണ്ടോ? നിൻ്റെ അസുഖമൊന്നും ഭേദമായില്ലേ എന്നൊക്കെ ചോദിച്ച് തലയിലൊക്കെ നെറ്റിമിലൊക്കെ തൊട്ട് നോക്കുകയാണ്. അപ്പോഴും ഈ കുട്ടിക്ക് അത് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഈ കുട്ടി പറയാണ് ഇല്ല. ആ കുട്ടിയുടെ മനസ്സിന് ആ കുട്ടിക്ക് കണ്ട കാരണം കൊണ്ട് ആ കുട്ടിയുടെ മനസ്സിൽ കുട്ടി ആ ഒരു വെള്ള ഉടുപ്പിട്ടിട്ടുള്ള ഒരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട്. അതില്ല എന്ന് ഇവർ പറയുമ്പോൾ ആ കുട്ടിക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം കുട്ടി കണ്ടതാണ് അല്ലേ. അപ്പോൾ ഇവരില്ല എന്ന് പറഞ്ഞാലും അത് ആ കുട്ടി മനസ്സിലാക്കില്ല വെച്ചാൽ ഉൾക്കൊള്ളുന്നില്ല. അപ്പോൾ വീണ്ടും സംശയമായി. വീണ്ടും മുറ്റത്തേക്ക് നോക്കുകയാണ്, പുറത്തേക്ക് നോക്കുക. അപ്പോൾ അവിടെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്താ എഴുതണേ? പശ്ചാത്തലത്തിൽ ഒരു ഫ്ലവർ വേഴ്സ് ഒരു ട്രേയിൽ ഇതിൽ പീച്ച് മരത്തിൻ്റെ ശിഖിരങ്ങൾ മാത്രം കാണിക്കുന്നു അല്ലേ. അത് ബ്രാക്കറ്റിലാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ തിരക്കഥയിൽ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇതിന് ബ്രാക്കറ്റിൽ തിരക്കഥയിൽ വീണ്ടും എന്തിനാ അങ്ങനെ ബ്രാക്കറ്റിൽ എഴുതേണ്ട കാര്യം? സാധാരണ നമ്മൾ പറഞ്ഞു തിരക്കഥയിൽ ശബ്ദം, അംഗചലനം ഇതൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ ഭാവങ്ങൾ ഇതൊക്കെ എപ്പോഴും ബ്രാക്കറ്റിലാണ് സൂചിപ്പിക്കുക. അവിടെ പശ്ചാത്തലത്തിൽ കാണിക്കുന്നത് ആ ഒരു ശിഖിരം, പീച്ച് മരത്തിൻ്റെ ഒരു ശിഖിരം മാത്രമാണ് കാണിക്കുന്നത്. അത് പറയാൻ സാധിക്കില്ല അല്ലേ. അപ്പോൾ അത് കാണുന്ന കാര്യമാണ്. അപ്പോൾ അതവിടെ ബ്രാക്കറ്റിൽ എഴുതി. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇത്തരത്തിൽ ബ്രാക്കറ്റിൽ പശ്ചാത്തലത്തിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ബ്രാക്കറ്റിലാണ് തിരക്കഥയിൽ സാധാരണഗതിയിൽ എഴുതാറുള്ളത്. അപ്പോൾ എന്തായാലും ഈ കുട്ടി ആദ്യം നോക്കുമ്പോൾ ഈ ഒരു പീച്ച് മരത്തിൻ്റെ ശിഖിരം മാത്രമാണ് കാണുന്നത്. പിന്നീട് വീണ്ടും കുട്ടി പുറത്ത് മുറ്റത്തേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഈ വെള്ള ഉടുപ്പിട്ടിട്ടുള്ള പെൺകുട്ടിയെ അവിടെ കാണുകയാണ് അല്ലേ. ആ കുട്ടി ഓടിപ്പോകുന്നത് കാണുകയാണ്. അപ്പോൾ ഓടിപ്പോകുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുട്ടി എന്ത് ചെയ്യും? പിന്നാലെ നിൽക്ക് എന്ന് പറഞ്ഞ് ഈ കുട്ടിയും പിന്നാലെ ചെരുപ്പിട്ടിട്ട് വേഗം ഓടിപ്പോകുന്നതാണ്. ആ ഓടിപ്പോകുന്ന ഭാഗത്ത് ഓടിപ്പോകുമ്പോൾ ആ കുട്ടിയുടെ സഹോദരി നിൽക്കുന്നുണ്ട്. പുറത്തേക്ക് പോവല്ലേ നിൽക്ക് എന്ന് പറഞ്ഞ് അകത്ത് നിന്ന് വിളിച്ച് പറയുന്നുണ്ട്. അതൊക്കെ വളരെ സ്പെസിഫൈ ആയിട്ടാണ് പറയുന്നത് കേട്ടോ. അവിടെയാണ് ഒരു തിരക്കഥ, മികച്ച തിരക്കഥ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അകത്ത് നിന്നാണ് വിളിച്ചു പറയുന്നത്. വെറുതെ വിളിച്ചു പറയുന്നു എന്നല്ല അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അകത്ത് നിന്നാണ് വിളിച്ചു പറയുന്നത്. അപ്പോൾ എത്ര സൂക്ഷ്മമായ രീതിയിലാണ് ആ തിരക്കഥ എഴുതിയിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. അപ്പോൾ ഒരു തിരക്കഥയുടെ ആ ഒരു സവിശേഷതയൊക്കെ ഈ ഒരു സീനിലൊക്കെ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയത് ആ കുട്ടിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചാണ്. കിമോണോ എന്ന് പറയുന്ന വസ്ത്രമാണ് അവൻ ധരിച്ചിരുന്നതെന്ന് തുടക്കത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് കിമോണോ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ജപ്പാനിലെ പാരമ്പര്യമായിട്ടുള്ളൊരു വസ്ത്രമാണ് കിമോണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ അർത്ഥം ധരിക്കാനുള്ളത് എന്നാണ് കിമോണോ എന്ന വാക്കിൻ്റെ അർത്ഥം. ഒരു ടീ ഷേപ്പിൽ ആകൃതിയിലാണ് ഈ വസ്ത്രം. ശരീരം മുഴുവൻ ഏകദേശം ആവരണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു വസ്ത്രമാണിത്. കണങ്കാല് വരെ ഉള്ള ഒരു രീതിയിലുള്ള വസ്ത്രം. വലിയ കൈകളാണ്, വലിയ കൈകൾ, അതുപോലെ തന്നെ വലിയ കോളറ്, വലിപ്പമുള്ള കൈയും കോളറൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. ഇന്നത്തെ കാലത്ത് അവിടെ സാധാരണ കല്യാണം കഴിയാത്ത പെൺകുട്ടികളൊക്കെയാണ് ഇത് ധരിക്കുന്നത് എന്നാണ് പറയുന്നത്. പുരുഷന്മാർ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ധരിക്കാറുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ജപ്പാനിലെ ഒരു പാരമ്പര്യ വസ്ത്രമാണ് കിമോണോ എന്ന് പറയുന്നത്. അത് ധരിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ആൺകുട്ടി ഈ സീൻ 1 കടന്ന് വരുന്നത്. അപ്പോൾ ഇതിൽ ആശയം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി ഓടിപ്പോവാണ് അല്ലേ. അപ്പോൾ ഈ പെൺകുട്ടി ഓടിപ്പോകുമ്പോൾ, വെള്ള ഉടുപ്പ് ഇട്ട പെൺകുട്ടി ഓടിപ്പോകുമ്പോൾ അതിനൊപ്പം ആരും പോകുന്നുണ്ട്? നമ്മുടെ ഈ കിമോണോ വസ്ത്രം ധരിച്ച ഈ ആൺകുട്ടിയും ഓടിപ്പോകുന്നുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പോൾ സീൻ 1 സിനിമയിൽ ആദ്യം ഇങ്ങനെ ഒരു രംഗം കാണിക്കുമ്പോൾ കാണുന്നവരിൽ അതെന്തൊക്കെ മനോഭാവങ്ങൾ ഉളവാക്കിയിട്ടുണ്ടാവാം അല്ലേ. ഈ പെൺകുട്ടി ആരാണ്, എന്താണ്,
അപ്പോൾ ഈ കുട്ടി കണ്ടത് സത്യമാണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടി ആരാണ്? അപ്പോൾ എന്തുകൊണ്ട് ആ മറ്റുള്ള പെൺകുട്ടികൾക്ക്, അവിടെയുള്ള മറ്റുള്ള കുട്ടികൾക്ക് ഈ വെള്ളുടുപ്പ് ധരിച്ച കുട്ടിയെ കാണാൻ സാധിക്കുന്നില്ല? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇത് കാണുന്നവരിൽ അല്ലേ ധാരാളം ചോദ്യങ്ങൾ ഉളവാക്കിക്കൊണ്ടുള്ള ഒരു സീൻ തന്നെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ കാണുന്നത് അല്ലേ. അപ്പോൾ സീൻ 2 എങ്ങനെയാണ് ഈ തിരക്കഥയുടെ രൂപം വന്നിരിക്കുന്നത്, എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. സീൻ 2 കാട് പകൽ. നിഴൽ വീണ വഴികൾ. കുട്ടി ഇടവഴിയിലൂടെ ഓടി വരുന്നു. ഇടവിട്ട് വളർന്ന മരങ്ങൾക്കിടയിൽ പ്രകാശവും നിഴലും ചേർന്നിരിക്കുന്നു. ഇടവഴിയിൽ നിന്ന് കുറച്ചുയർന്ന് ഒരു ചെറിയ കുന്നുപോലെ തോന്നിക്കുന്ന ഭാഗത്തേക്ക് കുട്ടി ഓടുന്നു. അവിടെ അവൻ്റെ കാഴ്ച അവസാനിക്കുന്നിടം വരെ മഞ്ഞു മൂടിയിരുന്നു. വെളിച്ചവും നിഴലും ഇടകലർന്ന് നേർത്ത മഞ്ഞിൻ പുകയിലൂടെ സഞ്ചരിക്കുന്ന കാഴ്ച ആ കാടിനെ മനോഹരമാക്കുന്നു. ഇപ്പോൾ അവൻ ആ പെൺകുട്ടിയെ കുറച്ച് അകലെയായി കാണുന്നു. അവൻ അവളെ പിന്തുടർന്ന് ഓടും. അപ്പോൾ ഇനി അടുത്തത് നമ്മളിപ്പോൾ വായിച്ചത് ഏതാണ്? സീൻ 2 അല്ലേ. അപ്പോൾ സീൻ 1 എന്ന് പറയുന്നത് വീടിൻ്റെ അകമാണ് അല്ലേ. അത് കഴിഞ്ഞു, ആ ഭാഗം കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ സീനായി തിരിക്കുക എന്നുള്ളതിൽ ഒരു സംശയം ചിലപ്പോൾ നമുക്ക് വരും അല്ലേ. സ്ഥലം മാറുന്നതിനനുസരിച്ച് സീനുകളും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം വീടാണ്, അന്തരീക്ഷമാണ് കാണിച്ചത്, സീൻ 1. പിന്നെ കാണിക്കുന്ന സീൻ ഏതാ? കാണിക്കുന്ന സ്ഥലം ഏതാ? കാട്. അപ്പോൾ സീൻ 2 ആണ് അല്ലേ. അപ്പോൾ സീൻ 2 ആണ്, കാടാണ്, സമയം ഏതാണ്? പകലാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ആ കാണിക്കുന്ന സ്ഥലം ചലച്ചിത്രത്തിൽ ദൃശ്യാനുഭവമായി നമുക്ക് നൽകുന്ന ആ സ്ഥലത്തിൻ്റെ ഒരു വ്യക്തമായി എഴുതിയ രേഖയാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത് അല്ലേ. എങ്ങനെയുള്ള സ്ഥലമാണ് ചിത്രീകരിക്കേണ്ടതെന്ന് വളരെ സൂക്ഷ്മമായിട്ടാണ് നിഴൽ വീണ വഴികൾ ചിത്രീകരിക്കേണ്ടത്. എങ്ങനെയുള്ളതാണ്? നിഴൽ വീണ വഴികളെയാണ് ചിത്രീകരിക്കേണ്ടത്. പിന്നെ മാത്രമാണോ ഇടതൂർന്ന മരങ്ങളുണ്ട് കേട്ടോ. ആ മരങ്ങൾക്കിടയിലൂടെയാണ് ഈ കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്തു വേണം? പ്രകാശവും നിഴലും ഇടകലർന്ന രീതിയിലായിരിക്കണം അവിടെ ചിത്രീകരണം വരേണ്ടത്. എത്ര സൂക്ഷ്മമായ രീതിയിലാണ് എഴുതണതെന്ന് നോക്കി നോക്കൂ. ഓരോ സീനും എങ്ങനെ ചിത്രീകരിക്കണം എന്നുള്ളത് എത്ര സൂക്ഷ്മമായ രീതിയിലാണ് ഈ തിരക്കഥയിൽ പറഞ്ഞിരിക്കുന്നത്. പ്രകാശവും അതുപോലെ തന്നെ നിഴലും ഇടകലർന്ന രീതി അല്ലേ. അതുപോലെ തന്നെ എന്താണ് നിഴൽ വീണ വഴികൾ. പിന്നെന്താണ് അതിൽ പറയുന്നത്? അങ്ങനെ ഈ കുട്ടി ഇങ്ങനെ അങ്ങനെയുള്ള സ്ഥലത്ത് കൂടെയാണ് ഈ കുട്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ എവിടേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? ആ വഴിയിൽ ചെറിയ കുന്നെന്ന് തോന്നുന്ന ഒരു ഭാഗത്തേക്കാണ് ആ കുട്ടി ഓടുന്നത്. അപ്പോൾ ഈ കുട്ടി ഓടുന്ന ഭാഗത്തേക്ക് വേറെ എന്തുകൂടി ഉണ്ട് എന്നാണ് ഈ തിരക്കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. മഞ്ഞ് അല്ലേ. കണ്ണെത്താ ദൂരം, ആ കുട്ടിയുടെ കണ്ണെത്താ ദൂരം വരെ മഞ്ഞ് മൂടി കിടക്കുകയാണ് എന്നാണ്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ എന്തൊക്കെ വേണം ശരിക്ക്? വെളിച്ചം, നിഴല്, അതുപോലെ തന്നെ എന്താണ് നേർത്ത മഞ്ഞ്. ഇത്രയും കാര്യങ്ങളുള്ള ആ ഒരു മനോഹരമായ അന്തരീക്ഷത്തിലൂടെയാണ് ഈ കുട്ടി ഓടിപ്പോകുന്നത്. അത്ര സൂക്ഷ്മമായ രീതിയിലാണ് അത് എഴുതിയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വഴിയിലൂടെ ആ കുട്ടി ഇങ്ങനെ ഓടിപ്പോവുകയാണ്. അപ്പോൾ ആ ഓടിപ്പോകുമ്പോൾ എന്താണ്? കുറച്ചകലെയായിട്ട് മറ്റേ പെൺകുട്ടിയുടെ പിന്നാലെ ഓടി വന്നതാണല്ലോ. വെള്ള ഉടുപ്പിട്ട് ആ കുട്ടിയുടെ പിന്നാലെ ഓടി വന്നതാണ് ഈ ആൺകുട്ടി അല്ലേ. അപ്പോൾ അവൻ കുറച്ചകലെയായിട്ട് ആ പെൺകുട്ടീനെ കാണുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്? വീണ്ടും ആ കുട്ടിയുടെ പിന്നാലെ ഓടുകയാണ്. ഓടി വീട്ടിൽ നിന്ന് ഓടി കാടിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇടവഴിയിലൂടെ സഞ്ചരിച്ച് ഓടിയിട്ട് ചെറിയൊരു കുന്നിൻ്റെ ഭാഗത്തെത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് അകലെയായിട്ട് ആ കുട്ടിയെ കാണുന്നത്. അപ്പോൾ വീണ്ടും ആ കുട്ടിയുടെ പിന്നാലെ ഓടുകയാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ വെച്ചിട്ടാണ് എന്ത് ചെയ്യണത്? സീൻ 2 അവസാനിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് സീൻ 3 എങ്ങനെയാണെന്ന് നോക്കാം. സീൻ 3 കുന്ന് പകൽ. അവൻ അവളെ പിന്തുടർന്ന് എത്തിയത് പച്ച വിരിച്ച ഒരു കുന്നിൻ്റെ താഴ്വാരത്തിൽ. അവൾ കുന്നിൻ മുകളിലേക്ക് കയറിപ്പോകുന്നു. അവളെ പിന്തുടർന്ന് അവനും കയറാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് വെള്ള വസ്ത്രവും വെള്ള മുഖം മൂടിയും ധരിച്ച കുറച്ചു പേർ പ്രത്യക്ഷപ്പെടുന്നു. അവർ അവൻ്റെ വഴി മുടക്കുന്നു. അവരുടെ കയ്യിൽ വലിയ ദണ്ഡുകളുണ്ട്. അവരെ കണ്ട് കുട്ടി അമ്പരക്കുന്നു. അവർ കുട്ടിയെ സൂക്ഷിച്ചു നോക്കുന്നു. അവരുടെ പിന്നിൽ ഇളം വയലറ്റ് ഉടുപ്പും വെള്ള മുഖം മൂടിയും ധരിച്ചവരെ അവന് കാണാം. ഒരാൾ, "ഓ, ഇതൊരു കൊച്ചു കുട്ടിയാണല്ലോ."
കുട്ടി നേരത്തെ വീട്ടിൽ കണ്ട പാവകൾ ജീവൻ വെച്ച് കുന്നിൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെടുന്നു. അവരിൽ രാജാവ്, രാജ്ഞി, പരിവാരങ്ങൾ എന്നിവരുണ്ട്. അവരുടെ തൊട്ടു താഴെയുള്ള കുന്നിൻ്റെ ഭാഗത്ത് വെള്ളയും ഓറഞ്ചും നിറങ്ങളിലുള്ള വസ്ത്രം ധരിച്ച പരിചാരികമാർ. അവർക്ക് താഴെ സംഗീതജ്ഞർ. അതിനും താഴെ നേരത്തെ കണ്ട വെള്ള മുഖം മൂടി ധരിച്ചവർ. പാവരാജാവിൻ്റെ കൂട്ടത്തിലെ ഒരാൾ പറയുന്നു, ഞങ്ങൾക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. ഞങ്ങൾ ഇനി ഒരിക്കലും നിന്റെ വീട്ടിലേക്ക് വരില്ല. കുട്ടി, എന്തുകൊണ്ട്? നിന്റെ കുടുംബം ഈ തോട്ടത്തിലെ പീച്ച് മരങ്ങളെല്ലാം മുറിച്ചു കളഞ്ഞു. കുട്ടി കുറ്റബോധത്താൽ തല കുനിച്ചു നിൽക്കുന്നു. മറ്റൊരാൾ, പാവയുത്സവം ആഘോഷിക്കുന്നത് പീച്ച് പുഷ്പങ്ങളെ വരവേൽക്കാനാണ്. വേറൊരാൾ, ഞങ്ങൾ മരത്തിൻ്റെ ആത്മാവാണ്, പൂക്കളുടെ ജീവനാണ്. മറ്റൊരാൾ, ഈ മരങ്ങൾ വെട്ടിക്കളഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ പാവയുത്സവം ആഘോഷിക്കാൻ പറ്റും? വേറൊരാൾ, ഞങ്ങൾ പാവകൾ പീച്ച് മരങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അപ്രത്യക്ഷരായ മരങ്ങൾ ദുഃഖം കൊണ്ട് കണ്ണീർ വാർക്കുന്നു. കുട്ടി കരയുന്നു. കരയണ്ട, കണ്ണീരുകൊണ്ട് കാര്യമില്ല. രാജ്ഞി, അവനെ കുറ്റപ്പെടുത്തുന്നത് നിർത്തൂ. പീച്ച് മരങ്ങൾ മുറിച്ചപ്പോൾ അവൻ കരഞ്ഞിരുന്നു. തടയാൻ പോലും ശ്രമിച്ചിരുന്നു. കാരണം അവന് പീച്ച് പുഷ്പങ്ങൾ ഇഷ്ടമായിരുന്നു. അത് കേട്ട് എല്ലാവരും ചിരിക്കുന്നു. അവൻ്റെ മുന്നിൽ നിൽക്കുന്ന വെള്ള വസ്ത്രവും വെള്ള മുഖം മൂടിയും ധരിച്ചവർ ആർത്തു ചിരിക്കുന്നു. കുട്ടി, ഇല്ല, പീച്ച് പുഷ്പങ്ങൾ വാങ്ങാം, പക്ഷേ നിറയെ പുഷ്പിച്ചു നിൽക്കുന്ന ഈ പൂന്തോട്ടത്തെ എവിടെ നിന്ന് വാങ്ങാനാവും? ഞാൻ ഈ പൂന്തോട്ടത്തെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. കുട്ടി വീണ്ടും കരയുന്നു. പാവരാജാവ്, അവൻ നല്ല കുട്ടിയാണ്. പുഷ്പിച്ചു നിൽക്കുന്ന ഈ പൂന്തോട്ടത്തെ ഒരിക്കൽ കൂടി കാണാൻ അവനെ അനുവദിക്കുകയല്ലേ? പരിവാരങ്ങളെല്ലാം പിന്തിരിഞ്ഞ് പാവരാജാവിനെ വണങ്ങുന്നു. വാദ്യക്കാർ ഇരിക്കുന്നു. കുട്ടി കൈകൊണ്ട് കണ്ണുനീർ തുടയ്ക്കുന്നു. അവന് ഇപ്പോൾ കുറച്ച് ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. കുപ്പായ കൈകൊണ്ട് അവൻ വീണ്ടും മുഖം തുടയ്ക്കുന്നു. സംഗീതജ്ഞർ ഉപകരണം വായിക്കുന്നു. എല്ലാ പാവകളും അതിനൊത്ത് ചുവട് വയ്ക്കുന്നു. അന്തരീക്ഷത്തിൽ നിന്ന് കടലാസ് കഷ്ണങ്ങൾ അവർക്കുമേൽ വർഷിക്കുന്നു. ഈ സീൻ എവിടെയാണ് നടക്കുന്നത്? കുന്നിലാണ് അല്ലേ? കുന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കുട്ടി വെള്ള വസ്ത്രം ധരിച്ച പെൺകുട്ടിക്ക് പിന്നാലെ ഓടി ഓടി ചെന്നെത്തുന്നത് പച്ച വിരിച്ച കുന്നിൻ്റെ താഴ്വരയിലാണ് ചെന്നെത്തുന്നത് അല്ലേ? ഈ കുട്ടിയുടെ പിന്നാലെ ഓടി ഓടി. അപ്പോൾ ഈ പെൺകുട്ടി കുന്നിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഓടി കയറി പോവാണ്. അപ്പോൾ പിന്നാലെ ഈ കുട്ടിയും ആ വെള്ള ഉടുപ്പിട്ട് ആ പെൺകുട്ടീനെ പിന്തുടർന്ന് പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മുന്നിൽ കുറേ വെള്ള വസ്ത്രം ധരിച്ച വെള്ള മുഖംമൂടിയും ഒക്കെ വെച്ചിട്ടുള്ള കുറച്ച് പേര് പ്രത്യക്ഷപ്പെടുന്നത്. അവർ ഈ കുട്ടിയുടെ വഴി തടയാണ്. പിന്നാലെ ഓടിപ്പോകുന്ന ഈ കുട്ടിയുടെ വഴി തടയാണ്. അവരുടെ കയ്യിലൊക്കെ വലിയ ദണ്ടുകളൊക്കെ ഉണ്ട്. കുറച്ച് നോക്കുമ്പോൾ അവരുടെ പിന്നിൽ ഇളം വയലറ്റ് ഉടുപ്പ് ധരിച്ചിട്ട് വെള്ള മുഖംമൂടിയൊക്കെ വെച്ചിട്ടുള്ള വേറെ കുറച്ച് പേര്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അവന് തോന്നുകയാണ്, അവൻ വീട്ടിൽ വെച്ച് കണ്ട പാവകളെ പോലെയാണ് അവന് തോന്നുന്നത്. ഓർമ്മയില്ലേ, അവിടെ ചുവപ്പ് പരവതാനി ഒഴിച്ച ഗോവണിയിൽ ധാരാളം പാവകളെ നിരത്തി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത്, രാജാവ്, രാജ്ഞി, പരിവാരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കുട്ടിക്ക് അതാണ് പെട്ടെന്ന് ഓർമ്മ. അതുപോലെയാണ് തോന്നുന്നത്. ഈ ഇളം വയലറ്റ് ഉടുപ്പ് ധരിച്ച വെള്ളമുഖം മൂടിയും ധരിച്ചവരുടെ തൊട്ടായിട്ട് കുന്നിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഓറഞ്ചും വെള്ളം വസ്ത്രം ധരിച്ചിട്ടുള്ളവർ നിൽക്കുന്നുണ്ട്. അതിന് താഴെയായിട്ട് അത് പരിചാരികമാരായിരുന്നു. അതിന് താഴെയായിട്ട് സംഗീതജ്ഞർ. അങ്ങനെ കുന്നിൻ്റെ മുകളിൽ നിറയെ രൂപങ്ങൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും താഴെയാണ് ഈ വെള്ള വസ്ത്രവും വെള്ള മുഖംമൂടിയൊക്കെ ധരിച്ചിട്ടുള്ളവർ നിൽക്കുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് കണ്ടപ്പോൾ തോന്നിയത് എന്താണ്? അവിടുത്തെ പാവകളൊക്കെ താൻ വീടിനകത്ത് കണ്ട പാവകളൊക്കെ ജീവൻ വെച്ച് വന്നിട്ടുള്ളത് പോലെയാണ് ഈ കുട്ടിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ ഈ പാവരാജാവിൻ്റെ കൂട്ടത്തിൽ രാജാവിൻ്റെ ആജ്ഞയ്ക്കായിട്ടാണല്ലോ തോന്നുന്നത് ആ കുട്ടിക്ക്. അപ്പോൾ അതിലൊരാൾ പറയുകയാണ്, ഞങ്ങൾക്ക് നിന്നോടൊരു കാര്യം പറയാണ്ട്, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞങ്ങൾ ഇനി മുതൽ നിൻ്റെ വീട്ടിലേക്ക് വരില്ല. അപ്പോൾ ഈ കുട്ടി ചോദിക്കുകയാണ്, എന്തുകൊണ്ട് വരില്ല? അപ്പോൾ പറയാണ്, നിൻ്റെ കുടുംബക്കാരാണ് ഞങ്ങളുടെ ഈ പീച്ച് പൂന്തോട്ടം വെട്ടി നശിപ്പിച്ചതെന്ന് പറയാണ്. അതുകൊണ്ട് ഇനി
നിൻ്റെ വീട്ടിലേക്ക് വരില്ല. കാരണം എന്താണ്, ഞങ്ങൾ പീച്ച് മരങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ്. ഞങ്ങൾ ഓരോരുത്തരും പീച്ച് മരങ്ങളെയും പീച്ച് മരങ്ങളെ പ്രതിനിധീകരിക്കുന്ന അവരുടെ ആത്മാവാണ് ഞങ്ങൾ, പൂക്കളുടെ ജീവനാണ് ഞങ്ങൾ. അങ്ങനെയുള്ള ഞങ്ങളെയല്ലേ നിൻ്റെ കുടുംബം വെട്ടി നശിപ്പിച്ചത്. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് വരുന്നത്? അപ്പോൾ പാവയുത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് സാധാരണഗതിയിൽ ജപ്പാനിൽ, അതായത് പരമ്പരാഗതമായിട്ട് അവിടെയുള്ളൊരു ഉത്സവമാണ് ഈ പാവയുത്സവം എന്ന് പറയുന്നത്. ഈ പാവയുത്സവം നടത്തപ്പെടുന്നത് പീച്ച് പുഷ്പങ്ങളൊക്കെ ഇങ്ങനെ പീച്ച് മരങ്ങളൊക്കെ നന്നായി പുഷ്പിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആ ഒരു സമയത്താണ് അവിടെ പാവയുത്സവം വരുന്നത്. അപ്പോൾ ഈ പാവയുത്സവത്തിൽ ഇങ്ങനെ പാവകളെയൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഈ അലങ്കരിച്ച് വയ്ക്കുന്ന പാവകൾ പ്രതിനിധീകരിക്കുന്നത് എന്തിൻ്റെ പ്രതീകമായിട്ടാണ് ജപ്പാനിലെ ആളുകൾ കണക്കാക്കുന്നതെന്നാണ്. പീച്ച് മരങ്ങളുടെയും പുഷ്പങ്ങളുടെയും പ്രതീകങ്ങളായിട്ടാണ് അവർ ഈ പാവകളെ കണക്കാക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പീച്ച് പുഷ്പങ്ങളെയും മരങ്ങളെയൊക്കെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാവയുത്സവം നടത്തുന്നത്. അപ്പോൾ പീച്ച് മരങ്ങൾ വെട്ടിക്കളഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് പാവയുത്സവം ആഘോഷിക്കാൻ പറ്റുക? പീച്ച് മരങ്ങളും പീച്ച് പുഷ്പങ്ങളും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ പാവയുത്സവം ആഘോഷിക്കും? പിന്നെ എങ്ങനെ ഞങ്ങൾ നിൻ്റെ വീട്ടിലേക്ക് വരും പാവയുത്സവം ആഘോഷിക്കാൻ? ഞങ്ങളെ വരവേൽക്കാൻ വേണ്ടിയാണ് ഇത് നടത്തണത് തന്നെ. ഞങ്ങളെ വെട്ടിക്കളഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ വരാൻ സാധിക്കും? അപ്പോൾ ഇത് കേട്ടപ്പോൾ കുട്ടിക്ക് ആകെ വിഷമാവുകയാണ്. അത് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. ഈ തിരക്കഥയിൽ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, എന്താണ്, കുട്ടി കുറ്റബോധത്താൽ തല കുനിച്ച് നിൽക്കുന്നു എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഈ കുട്ടി ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ രാജ്ഞി പറയാണ്, അതിലെ രാജ്ഞി പാവരാജ്ഞി പറയാണ് അവനെ കുറ്റപ്പെടുത്തുന്നത് നിർത്തൂ. കാരണം എന്താ വെച്ചാൽ അവൻ്റെ കുടുംബക്കാർ നമ്മളെ വെട്ടി നശിപ്പിക്കുമ്പോൾ അവരെ തടഞ്ഞിരുന്നു, നിർത്താൻ പറഞ്ഞിരുന്നു. അവനെ നമ്മളെ വെട്ടി നശിപ്പിക്കുമ്പോൾ അവൻ കരഞ്ഞിരുന്നു, അവന് നമ്മളോട് സ്നേഹമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവനെ കുറ്റപ്പെടുത്തുന്നത് നിർത്തണം എന്ന് പറയുകയാണ്. അപ്പോൾ ഈ കുട്ടി പറയുന്നതിൽ വലിയൊരു കാര്യമാണിത്. എന്താണ് ആ കുട്ടി പറയുന്നത്? പീച്ച് പുഷ്പങ്ങൾ വാങ്ങാം, പക്ഷേ പീച്ച് പുഷ്പങ്ങൾ പുഷ്പിച്ച് നിൽക്കുന്ന ആ മരത്തെ, പൂന്തോട്ടത്തെ ഒരിക്കലും വാങ്ങാനാകില്ല. അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. ആ സങ്കടം ഓർത്താണ് ഞാൻ കരഞ്ഞത്. എന്ത് സങ്കടം? പുഷ്പങ്ങളെ വാങ്ങാം, പക്ഷെ ഒരിക്കലും പുഷ്പിച്ചു നിൽക്കുന്ന പൂക്കളാൽ സമൃദ്ധമായി നിൽക്കുന്ന പീച്ചു മരങ്ങളാൽ സമൃദ്ധമായ പൂന്തോട്ടം ഒരിക്കലും കാശ് കൊടുത്ത് വാങ്ങാനായിട്ട് ഒരു രീതിയിലും വാങ്ങാനായി സാധിക്കില്ല എന്ന്. അതായിരുന്നു ആ കുട്ടിയുടെ സങ്കടം എന്ന് പറയുന്നത്. ആ കുട്ടി കരയാനുള്ള കാരണം എന്ന് പറയുന്നതും അതുതന്നെയായിരുന്നു. എന്താണ്? ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല? പൂത്തു നിൽക്കുന്ന പീച്ചു മരങ്ങളാൽ സമൃദ്ധമായ പൂന്തോട്ടത്തെ വാങ്ങാനായിട്ട് സാധിക്കില്ല എന്ന് കുട്ടി അവിടെ പറയാണ്. അതായിരുന്നു ആ കുട്ടിയുടെ സങ്കടമായിരുന്നത്. അതാണ് ആ കുട്ടിക്ക് അറിയാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ പാവരാജാവ് പറയാണ്, അയ്യോ പാവം, അവൻ നല്ലവനാണ്. അവൻ ഈ പീച്ചു മരങ്ങളെയും പുഷ്പങ്ങളെയൊക്കെ എന്ത് ഇഷ്ടമാണ് അവൻ നല്ല കുട്ടിയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പുഷ്പിച്ചു നിൽക്കുന്ന ഈ പീച്ച് പൂന്തോട്ടത്തെ നമുക്ക് അവന് വേണ്ടി ഒരിക്കൽ കൂടി കാണിച്ചു കൊടുത്താലോ എന്ന് പാവരാജാവ് പറയാണ്. അപ്പോൾ അതിനെല്ലാവരും സമ്മതം മൂളിക്കൊണ്ട് പാവരാജാവിനെ വഴങ്ങി എല്ലാവരും യഥാസ്ഥാനങ്ങളിൽ ഇരുന്ന് വാദ്യക്കാരൊക്കെ ഇരുന്ന് സംഗീതജ്ഞർ അവരുടെ ഉപകരണമൊക്കെ വായിക്കാൻ തുടങ്ങി. മറ്റേ പാവകളൊക്കെ എന്ത് ചെയ്യാണ്? അതിനൊത്തിങ്ങനെ ചുവട് വെക്കാനായി തുടങ്ങി. അപ്പോൾ പീച്ച് പുഷ്പങ്ങളും വളരെ സന്തോഷത്തിലാണ് ഇങ്ങനെ ചുവട് വെച്ച് നൃത്തം വയ്ക്കുമ്പോൾ. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന കുട്ടിയിലും എന്താണുണ്ടാകുന്നത്? സന്തോഷം അല്ലേ? പ്രകൃതിയിൽ നിന്ന് കടലാസ് കഷ്ണങ്ങൾ ഇങ്ങനെ വീഴുന്നു എന്നാണ് പറയുന്നത്. അതിനർത്ഥം എന്താണ്? പീച്ച് പുഷ്പങ്ങൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാഴ്ച അവൻ്റെ മനസ്സിനെ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാഴ്ച, ഒരു നിമിഷത്തേക്കെങ്കിലും പ്രദാനം ചെയ്യുകയാണ് അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളൊരു ദൃശ്യമാണ് അവിടെ ചിത്രീകരിക്കപ്പെടുന്നത്. ഇനി അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി, കുട്ടി ഓടി വന്നു. അപ്പോൾ ഈ ഓടി വന്നപ്പോൾ ഇവിടെ ധാരാളം പാവകളെ, അതായത് വീട്ടിൽ കണ്ട പാവകളെ പ്രതിനിധീകരിക്കുന്ന പോലെയുള്ള കുറേ രൂപങ്ങൾ ആ കുട്ടി കാണുകയാണ്. അപ്പോൾ ആ പെൺകുട്ടിയെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ ചിന്ത വരും, ഏതാണ് ആ പെൺകുട്ടി? ഏതായിരിക്കാം ആ പെൺകുട്ടി? പീച്ച് മരത്തിൻ്റെ പ്രതീകമായിരിക്കാം അല്ലേ? പ്രകൃതിയുടെ പ്രതീകമായിരിക്കാം. തന്നെ ഇഷ്ടപ്പെടുന്നവരുടെ മുന്നിലേക്ക് എത്തപ്പെടുന്ന
പ്രകൃതി എപ്പോഴും തന്നെ സ്നേഹിക്കുന്നവരോടൊപ്പം ഉണ്ട്, ഒരു അദൃശ്യ സാന്നിധ്യമായി അവർക്കൊപ്പം ഉണ്ട് എന്നൊരു അറിവ് നൽകുന്ന രീതിയിലുള്ള ഒരു ചിത്രീകരണമായിരിക്കാം അത്. അതായത് ആ പെൺകുട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തെ അത്തരത്തിൽ കൊണ്ടുവന്നതായിരിക്കാം. പ്രകൃതിയുടെ ഒരു പ്രതീകമായി, അല്ലെങ്കിൽ പീച്ചുമരത്തിൻ്റെ ഒരു പ്രതീകമായിട്ടായിരിക്കാം ആ വെള്ള ഉടുപ്പിട്ട പെൺകുട്ടിയെ ഈ കുട്ടിക്ക് മാത്രം കാണിച്ചു കൊടുത്തത്. കാരണം എന്താണ്? അവൻ അത്രമേൽ പ്രകൃതിയെ സ്നേഹിച്ചിരുന്നു. പീച്ച് പുഷ്പങ്ങളെ, പീച്ച് മരങ്ങളെ, പീച്ച് പൂന്തോട്ടത്തെ അവൻ സ്നേഹിച്ചിരുന്നു എന്നാണ് ഈ ഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്ത സീൻ എങ്ങനെയാണ് ചിത്രീകരിക്കപ്പെടുന്നതെന്ന് ഇതിൽ കാണണമെന്ന് നമുക്കൊന്ന് നോക്കാം. സീൻ 4. കുന്നിൻ്റെ താഴ്വാരം. പകൽ. ഇപ്പോൾ കുന്നിൻ്റെ താഴ്വരയിൽ നിന്ന് മുകളിൽ പൂത്തു നിൽക്കുന്ന തോട്ടത്തെ അവൻ കാണുന്നു. അവൻ്റെ കണ്ണുകളിൽ വിസ്മയം. പീച്ച് ചെടികളുടെ ഇടയിലൂടെ നേരത്തെ കണ്ട പെൺകുട്ടി ഓടുന്നു. അവൻ അവളെ പിന്തുടർന്ന് കുന്നിൻ പുറത്തെ പീച്ച് തോട്ടത്തിലേക്ക് കയറുന്നു. സീൻ 4 ഏതാണ്? കുന്നിൻ്റെ താഴ്വാരാണ് കാണിക്കുന്നത് അല്ലേ? സമയം ഇതിലൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ ഇതൊക്കെ പകൽ സമയമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കുന്നിൻ്റെ താഴ്വാരാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ സീനിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഈ പാവകളൊക്കെ ജീവൻ വെച്ച പോലെ ഇങ്ങനെ ചുവട് വയ്ക്കുകയാണ് അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങനെ കടലാസ് കഷ്ണം. ആ കുട്ടിയുടെ മുഖത്ത് വളരെ സന്തോഷം നിറഞ്ഞൊരവസ്ഥയാണുള്ളതെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ കുട്ടി ഈ കുന്നിൻ്റെ താഴ്വരയിൽ നിന്ന് കുന്നിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത്? പുഷ്പിച്ച് നിൽക്കുന്ന പീച്ച് മരത്തിൻ്റെ പീച്ച് പൂന്തോട്ടം കാണുകയാണ് അല്ലേ? അത് കണ്ടത് അവൻ്റെ മനസ്സുകൊണ്ട് ആനന്ദം കൊണ്ട് നിറയാണ്. അവന് വിസ്മയം ഉണ്ടാവുകയാണ്. അതോടൊപ്പം തന്നെ അവൻ എന്താ ഉണ്ടാവുന്നത്? വിസ്മയവും അവൻ്റെ മനസ്സിലുണ്ടാവുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പെൺകുട്ടി അല്ലേ? പെൺകുട്ടി ഇപ്പോൾ കഴിഞ്ഞ സീനിൽ നമ്മൾ പറഞ്ഞ അപ്രത്യക്ഷമായിരുന്നു. അത് ലാസ്റ്റ് ഭാഗത്താണ് അപ്രത്യക്ഷമാവണത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് എന്താ ചെയ്യുന്നത്? കുട്ടി ഓടി പോവുകയാണ്. ആ പെൺകുട്ടി ആ വെള്ള മുഖം മൂടി ധരിച്ച ആ കുട്ടി ആ ചെടികൾക്കിടയിലൂടെ അങ്ങനെ ഓടുകയാണ്. അപ്പോൾ ഇവനെന്ത് ചെയ്യാണ്? ഈ പെൺകുട്ടിയുടെ പിന്നാലെ കുന്നിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഓടി കയറുകയാണ് ചെയ്യുന്നത് അല്ലേ? അതുമാണ് ഏതിൽ കാണിക്കുന്നത്? സീൻ 4 കാണിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ പിന്നാലെ തന്നെ അവനും ഈ കുന്നൻ പുറത്തേക്ക് ഈ പീച്ച് പൂന്തോട്ടത്തിലേക്ക് അവൻ ഓടിക്കയറുകയാണ് ചെയ്യുന്നത്. ആ പെൺകുട്ടി പീച്ച് പൂന്തോട്ടത്തിലേക്ക് ഓടി പോകുമ്പോൾ അവനും അതിൻ്റെ പിന്നാലെ ഓടി അവൻ എവിടെ എത്തിച്ചേരുകയാണ്? പീച്ച് പൂന്തോട്ടത്തിൽ കുന്നിൻ്റെ മുകളിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെയാണ് ഈ സീൻ 4 അവസാനിക്കുന്നത്. അപ്പോൾ സീൻ 5 എന്ന് പറയുന്നത് ഇതിൻ്റെ അവസാനമാണ്. അതായത് പീച്ച് പൂന്തോട്ടം എന്ന സിനിമയുടെ തിരക്കഥയുടെ അവസാന ഭാഗമാണ് സീൻ 5 എന്ന് പറയുന്നത്. 5 സീനുകളായിട്ടാണ് ഇത് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ 5ാമത്തെ സീൻ എങ്ങനെയാണ് ഈ പീച്ച് പൂന്തോട്ടം എന്ന ഈ സ്വപ്നം അവസാനിക്കുന്നത്, എങ്ങനെയാണ് ഈ സീനിലൂടെ എങ്ങനെയാണ് അത് ചിത്രീകരിക്കപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. സീൻ 5. കുന്നിൻപുറം. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. മരങ്ങൾ വെട്ടി ശൂന്യമാക്കപ്പെട്ട പീച്ചു തോട്ടം മാത്രം അവൻ്റെ മുന്നിൽ. അവന് വല്ലാത്ത നിരാശ തോന്നുന്നു. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ അവൻ ശൂന്യമായ തോട്ടത്തെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു. പുഷ്പിച്ചു നിൽക്കുന്ന ഒറ്റ ചെടി അവൻ കാണുന്നു. അതിൻ്റെ സമീപത്തേക്ക് നടക്കുന്നു. കാറ്റിൽ ചലിക്കുന്ന ആ ചെടിയെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു. അവൻ്റെ കണ്ണിൽ ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. കണ്ണുകൾ നനയുന്നു. ഈ 5ാമത്തെ സീൻ എന്ന് പറയുന്നത് എന്താണ്? കുന്നിൻപുറമാണ് അല്ലേ? ആ കുട്ടി കുന്നിൻപുറത്തേക്ക് ഓടുന്ന ആ ഒരു രംഗത്തോടെയാണ് സീൻ 4 അവസാനിക്കുന്നത്. സീൻ 5 കാണിക്കുന്നത് എന്താണ്? കുന്നിൻപുറമാണ് കാണിക്കുന്നത്. പകല സമയമാണ് കാണിക്കുന്നത് അല്ലേ? അപ്പോൾ ആ കുട്ടി കുന്നിൻപുറത്തെത്തി. പെൺകുട്ടിയുടെ പിന്നാലെ ഓടി എത്തി. മനോഹരമായ കുന്നുപുറത്ത് മനോഹരമായ പീച്ച് പൂന്തോട്ടമൊക്കെ കണ്ടിട്ടാണ് ആ കുട്ടി ഓടി വന്നത്. അവിടെ എത്തിയിട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവനാകെ അല്ലേ? എന്താ കാരണം? അവിടെ ആകെ ശൂന്യമാക്കപ്പെട്ടിരുന്നു. അപ്പം നേരത്തെ അവൻ കണ്ടിരുന്ന പാവകൾ, അതായത് തൻ്റെ വീട്ടിലെ രാജാവ് രാജ്ഞി പരിവാരങ്ങൾ അല്ലേ, അതായത് പീച്ച് പുഷ്പങ്ങളെയും മരങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ആ പാവങ്ങളൊക്കെ നൃത്തം വെച്ചുകൊണ്ടിരുന്ന ആ ഒരു രംഗം, അല്ലെങ്കിൽ പുഷ്പിച്ചു നിൽക്കുന്ന പീച്ച് മരങ്ങളുടെ പീച്ച് പൂന്തോട്ടം, ഇതൊന്നും അവനവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. ആകെ ശൂന്യമാക്കപ്പെട്ടു അല്ലേ? മരങ്ങളൊക്കെ വെട്ടി മാറ്റപ്പെട്ട പീച്ച് പൂന്തോട്ടമാണ് അവന് കാണാനായി സാധിക്കുന്നത് അല്ലേ? അപ്പോൾ തൊട്ടു മുന്നേ അവൻ വളരെ സന്തോഷവാനായിരുന്നു. കാരണം എന്താ? ഒരു നിമിഷത്തേക്ക് അവൻ്റെ മുൻപിൽ എന്ത് കണ്ടു? അവൻ പുഷ്പിച്ചു നിൽക്കുന്ന പീച്ച് മരങ്ങളെ കാണുകയാണ്, പീച്ച് പൂന്തോട്ടത്തെ കാണുകയാണ് അല്ലേ? അപ്പോൾ അതവനിൽ വളരെയധികം സന്തോഷം ഉളവാക്കുന്നുണ്ട്. പെട്ടെന്ന് അത് നിരാശയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്
കാരണം എന്താ, നേരത്തെ കണ്ട ആരെയും അവിടെ കാണാനില്ല, പുഷ്പിച്ചു നിൽക്കുന്ന പീച്ചു മരങ്ങളെയും കാണാനില്ല അവിടെ. അതവന് വളരെ നിരാശ തോന്നിക്കുകയാണ്. അപ്പോൾ അവൻ ആ വളരെ വെട്ടിമാറ്റപ്പെട്ട ആ പീച്ചു പൂന്തോട്ടത്തെ അവൻ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ്. അങ്ങനെ അവൻ ശ്രദ്ധാപൂർവം വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പുഷ്പിച്ചു നിൽക്കുന്ന ഒരൊറ്റ ചെടി കാണുകയാണ്. ഒരു പീച്ച് ചെടി അവൻ കാണുകയാണ്. പുഷ്പിച്ചു നിൽക്കുന്ന ഒരൊറ്റ ചെടി, ഇത്രയും വെട്ടിമാറ്റപ്പെട്ട് ശൂന്യമായി കിടക്കുന്ന ആ പീച്ച് പൂന്തോട്ടത്തിൽ ഒരൊറ്റ ചെടി, പുഷ്പിച്ചു നിൽക്കുന്ന ഒരൊറ്റ പീച്ച് മരത്തെ അവൻ കാണുകയാണ്. അപ്പോൾ അവൻ അതിനടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ചലനങ്ങളും കാര്യങ്ങളും അതിനവൻ തലോടിക്കൊണ്ടിരിക്കുകയാണ്, അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചലനങ്ങൾ. അപ്പോൾ അവനറിയാതെ തന്നെ അവൻ്റെ കണ്ണുകൾ ഈറനണിയാണ്, നനയാണ്, ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് പ്രകൃതിയോടുള്ള അഗാധമായ സ്നേഹത്തെയാണ് അവൻ്റെ ആ കണ്ണീരിലൂടെ, അല്ലെങ്കിൽ പീച്ചു പുഷ്പങ്ങളോടുള്ള അവൻ്റെ അഗാധമായ സ്നേഹമാണ് ആ കുട്ടിയുടെ കണ്ണീരിലൂടെ ഇവിടെ വെളിപ്പെടുന്നത്. ഇനി ഈ തിരക്കഥയിൽ പല സന്ദർഭങ്ങളിലായി ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ള പല വസ്തുതകളുണ്ട്. അതിലൂടെയൊക്കെ എന്താണ് വിവക്ഷിക്കപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ഈ കഥയിൽ, അതായത് ഈ തിരക്കഥയിൽ പ്രധാന കഥാപാത്രമായി എത്തുന്ന കുട്ടിയുണ്ട് അല്ലേ. ആ കുട്ടിയെ ഏത് കഥാപാത്രത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഏത് കഥാപാത്രത്തെയാണ്? അതായത് തൻ്റെ കുടുംബക്കാർ പീച്ചു മരങ്ങളെല്ലാം കുടുംബക്കാരാൽ വെട്ടി നശിപ്പിക്കപ്പെട്ട പീച്ചു പൂന്തോട്ടം അല്ലേ, അതിൽ കഠിന ദുഃഖവും അതുപോലെ തന്നെ കുറ്റബോധവും പേറുന്നൊരു കുട്ടിയായിട്ടാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തെ ചിത്രീകരിക്കപ്പെടുന്നത് ചലച്ചിത്രകാരൻ. അപ്പോൾ അങ്ങനെ കുറ്റബോധം കൊണ്ടും ദുഃഖം കൊണ്ടും കഴിയുന്ന ആ കുട്ടിയുടെ മുൻപിലേക്ക് അദൃശ്യ സാന്നിധ്യമായിട്ട് എത്തുന്ന ആ ആറാമത്തെ പെൺകുട്ടിയുണ്ട് അല്ലേ. ആ ആറാമത്തെ പെൺകുട്ടി എന്ന് പറയുന്നത് അവിടെ പ്രകൃതിയുടെ പ്രതീകമാണ് അതായിരിക്കണം ചലച്ചിത്രകാരൻ അതിൽ നിന്ന് വിവക്ഷിക്കുന്നത്. അതായത് പ്രകൃതി തന്നെ സ്നേഹിക്കുന്നവർക്കൊപ്പം എപ്പോഴുമുണ്ട് ഒരു അദൃശ്യ സാന്നിധ്യമായി എന്ന ഒരു അറിവിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ആ വെള്ള വസ്ത്രം ധരിച്ച ആറാമത്തെ പെൺകുട്ടിയെ ചലച്ചിത്രകാരൻ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി, ഈ ആറാമത്തെ പെൺകുട്ടിയാണ് ഈ കുട്ടിയെ കുന്നിൻ്റെ മുകളിലേക്ക്, അതായത് പീച്ച് പൂന്തോട്ടത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്നത് ഈ ആറാമത്തെ പെൺകുട്ടിയാണ്. അവിടെ ചെല്ലുമ്പോൾ അവൻ കാണുന്ന വിസ്മയകരമായ കാഴ്ച എന്താണ്? തൻ്റെ വീട്ടിലെ പാവകളൊക്കെ, അതായത് പാവയുത്സവത്തിൽ പീച്ച് മരങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന പാവകളെല്ലാം അവിടെ അവൻ ജീവൻ വെച്ച് കാണുന്നത് പോലെയാണ് അവന് തോന്നുന്നത്. അതവനിൽ വളരെയധികം വിസ്മയങ്ങൾ സൃഷ്ടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പാവകളൊക്കെ ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും ഇവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും സംസാരിക്കുമ്പോൾ അവൻ കരയുന്നുണ്ട് അല്ലേ. ഈ ഒരു സന്ദർഭത്തിൽ ആ ആൺകുട്ടി പറയുന്ന വാക്യമുണ്ട്, അതാണ് ഈ സിനിമയുടെ മർമ്മം എന്ന് പറയുന്നത്. എന്താണത്? പീച്ച് പുഷ്പങ്ങളെ വാങ്ങാം, പക്ഷേ പുഷ്പിച്ചു നിൽക്കുന്ന പീച്ച് പൂന്തോട്ടത്തെ ഒരിക്കലും വാങ്ങാൻ സാധിക്കില്ല. അതാണ് ഈ സിനിമയുടെ മർമ്മം എന്ന് പറയുന്നത്. എന്താണ് അതിലൂടെ ചലച്ചിത്രകാരൻ എന്താണ് ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്? അതായത് പ്രകൃതിയെ നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും തിരികെ ലഭിക്കാൻ സാധിക്കുന്ന ഒന്നല്ല അല്ലേ. പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കരുത്, പ്രകൃതിയെ സ്നേഹിക്കണം അല്ലേ. പ്രകൃതിയിലെ മരങ്ങളും കാര്യങ്ങളും, അതായത് ഒരു പരിസ്ഥിതി പ്രശ്നമാണ് ഇവിടെ ചലച്ചിത്രകാരൻ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. എല്ലാ മനുഷ്യരും ഇപ്പോൾ മരങ്ങളെല്ലാം വെട്ടിക്കളയുന്ന ഒരു കാലഘട്ടത്തിൽ അതെല്ലാം നമുക്ക് തന്നെ വിനയാണ്, ദോഷമാണ് എന്ന ഒരു ചിന്തയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന ആ ഒരു മർമ്മപ്രധാനമായ സന്ദർഭമാണിത്. അതുകൊണ്ടാണ് പറയുന്നത് പുഷ്പങ്ങൾ വാങ്ങാം, പക്ഷെ ഒരിക്കലും പുഷ്പിച്ചു നിൽക്കുന്ന പൂന്തോട്ടത്തെ നമുക്ക് വാങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇടതൂർന്ന മരങ്ങളാൽ മനോഹരിയായി നിൽക്കുന്ന കാട് അല്ലേ, ആ കാട് മുഴുവൻ നമ്മൾ വെട്ടിത്തെളിക്കുകയാണ്. അത് പിന്നീട് നമുക്ക് വാങ്ങാൻ സാധിക്കുമോ? ഇല്ല. ഒരു മരത്തടി വേണമെങ്കിൽ നമുക്ക് വാങ്ങാൻ സാധിച്ചെന്ന് വരും. ഇടതൂർന്ന മരങ്ങളാൽ മനോഹരിയായി നിൽക്കുന്ന ആ കാട് പിന്നീട് നമുക്ക് ഒരിക്കലും സ്വന്തമായി കിട്ടുകയില്ല. ഉണ്ടോ? അപ്പോൾ പ്രകൃതിയെ നശിപ്പിക്കരുത് എന്ന ഒരു ആശയത്തെ മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു ഭാഗം, അതാണ് ഇതിലെ മർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗമാണ് ഈ സിനിമയിലെ മർമ്മം.
അങ്ങനെ ആ കുട്ടി കുന്നിൻ പുറത്തെത്തി പീച്ച് പൂന്തോട്ടം അവനായി പീച്ച് പൂന്തോട്ടം ഒരു നിമിഷത്തേക്കെങ്കിലും കാണിച്ചു കൊടുക്കുന്നത് കണ്ട് അവൻ വളരെ സന്തോഷിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത നിമിഷത്തിൽ തന്നെ അവൻ അതിൽ നിരാശപ്പെടുന്നുണ്ട്. കാരണം എന്താ, ശൂന്യമാക്കപ്പെട്ട പീച്ച് പൂന്തോട്ടമാണ് അവൻ കാണുന്നത്. അപ്പോൾ അതിൽ അവന് നിരാശ തോന്നുകയാണ് ചെയ്യുന്നത് അല്ലേ. പക്ഷെ ആ നിരാശയിലും ഒരു പ്രത്യാശയുടെ രൂപം കണ്ടെത്താനായി സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ്? ശൂന്യമാക്കപ്പെട്ട ആ പീച്ച് പൂന്തോട്ടത്തിൽ പുഷ്പിച്ചു നിൽക്കുന്ന ഒറ്റ ചെടി. എന്താണ് ചലച്ചിത്രകാരൻ ഇവിടെ വിവക്ഷിക്കുന്നത്? എന്താണ് വിവക്ഷിക്കുന്നത്? നന്മയുടെ ഇത്തിരി കണികയെങ്കിലും എല്ലായിടത്തും ബാക്കിയുണ്ടാവും. സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും എപ്പോഴും സ്ഥാനമുണ്ട്. നമ്മളെപ്പോഴും എല്ലാം നശിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എപ്പോഴും നന്മയുടെയും പ്രത്യാശയുടെയും സ്വപ്നങ്ങളുടെയും കണികകളെല്ലാം നമുക്കിടയിൽ ഇനിയും ബാക്കിയുണ്ടെന്നൊരു വലിയൊരു ആശയത്തെയാണ് ഈ ചലച്ചിത്രകാരൻ ഈ അവസാന ഭാഗങ്ങളിലൂടെ നമുക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു പരിസ്ഥിതി പ്രശ്നമാണ്, ഒരു കുട്ടിയിലൂടെ ഒരു പരിസ്ഥിതി പ്രശ്നത്തെയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, പരിസ്ഥിതി പ്രശ്നം മുതൽ ആണവ ദുരന്തം വരെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്ന്. അപ്പോൾ പ്രകൃതിയെ മുറിവേൽപ്പിക്കുക എന്നത് ഒരു പരിസ്ഥിതി പ്രശ്നമാണ്. ആ ഒരു പരിസ്ഥിതി പ്രശ്നം തന്നെയാണ് ഇവിടെ ചലച്ചിത്രകാരൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാനവരാശിയുടെ നിലനിൽപ്പും സ്വപ്നങ്ങളെല്ലാം ആവിഷ്കരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണ്, അത് ഇതിലൂടെ നമുക്ക് എങ്ങനെയാണ് വ്യക്തമാകുന്നത്? പുഷ്പിച്ചു നിൽക്കുന്ന ഒറ്റ ചെടിയിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നന്മയുടെ എല്ലാ കണികയും നശിച്ചു പോയിട്ടില്ല എന്ന വലിയൊരു സത്യത്തെ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ടീച്ചർ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു വർക്കുണ്ട്. അപ്പോൾ ഡ്രീംസ് എന്ന പീച്ച് പൂന്തോട്ടം എന്ന സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ടീച്ചർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ട ആ സിനിമയും നിങ്ങളിപ്പോൾ വായിച്ച ഈ തിരക്കഥയും ഇത് രണ്ടും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തി എഴുതി നോക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഇല്ലേ, സിനിമയുടെ നട്ടെല്ലാണ് തിരക്കഥ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്താണോ സിനിമയിൽ ആവിഷ്കരിക്കാനായിട്ട് ദൃശ്യാനുഭവം നൽകാനായിട്ട് ശ്രമിക്കുന്നത് അതെല്ലാം എഴുതുന്ന ഒരു രേഖയാണ്, എഴുതിയൊരു രേഖയാണ് തിരക്കഥ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ സിനിമയും കണ്ടു, ഇപ്പോൾ തിരക്കഥയും വായിച്ചു. ഇനി എന്ത് ചെയ്യണം? ഇത് തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് എഴുതി നോക്കണം. അതൊരു സിനിമയിലേക്കാകുമ്പോൾ എന്തെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ, അല്ല ഈ തിരക്കഥ അതേപടി തന്നെ സിനിമയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, അത് ഫലവത്തായിട്ടുണ്ടോ, വിജയത്തിലെത്തിയിട്ടുണ്ടോ, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇത് രണ്ടും തമ്മിൽ, ഈ സിനിമയും ഈ തിരക്കഥയും തമ്മിൽ താരതമ്യപ്പെടുത്തി ഒരു താരതമ്യ കുറിപ്പ് തയ്യാറാക്കണം. ഓക്കെ, നന്ദി.